ഇന്നത്തെ ക്ലാസ്സിൽ അന്തരീക്ഷം, അന്തരീക്ഷ പാളികൾ, മേഘങ്ങൾ തുടങ്ങി എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന 150 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ്സൊക്കെ കേട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് അത്രയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിന്റെ പുതപ്പിനെ പറയുന്ന പേരാണ് അന്തരീക്ഷം. ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിന്റെ പുതപ്പിനെ പറയുന്ന പേരാണ് അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷം നിലനിൽക്കാൻ കാരണമായ ബലം ഏതാണ്? ഭൂഗുരുത്വ ബലം. അന്തരീക്ഷം നിലനിൽക്കാൻ കാരണമായ ബലം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഭൂഗുരുത്വ ബലം. അന്തരീക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ ആകാശത്തിന്റെ നിറം എന്താകുമായിരുന്നു? കറുപ്പ്. അന്തരീക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ ആകാശത്തിന്റെ നിറം ഏത് നിറത്തിലായിരുന്നു? കറുപ്പ് നിറത്തില്. അന്തരീക്ഷ ഘടനയിലെ 3 പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം അല്ലെങ്കിൽ നീരാവി. അന്തരീക്ഷ ഘടനയിലെ 3 പ്രധാന ഘടകങ്ങളാണ് വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം. അന്തരീക്ഷത്തിലെ വാതകങ്ങളിൽ 99% ഏതെല്ലാം ചേർന്നിട്ടുള്ളതാണ്? നൈട്രജനും ഓക്സിജനും. അന്തരീക്ഷത്തിലെ വാതകങ്ങളിൽ 99% നൈട്രജനും ഓക്സിജനുമാണ്. നൈട്രജൻ 78%, ഓക്സിജൻ 21%. അന്തരീക്ഷ വായുവിന്റെ 97% ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര ഉയരത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏകദേശം 29 കിലോമീറ്റർ. ഏകദേശം 29 കിലോമീറ്ററിനുള്ളിലാണ് അന്തരീക്ഷ വായുവിന്റെ 97% ഉൾക്കൊള്ളുന്നത്. ഉയരം കൂടുന്തോറും ഓക്സിജന്റെ അളവിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? കുറയാണ് ചെയ്യുന്നത്. ഉയരം കൂടുന്തോറും ഓക്സിജന്റെ അളവ് കുറയുന്നു. അതുകൊണ്ടാണ് പർവ്വതാരോഹകര് ഓക്സിജൻ സിലിണ്ടർ കരുതുന്നത്. ഉയരം കൂടുന്തോറും ഓക്സിജന്റെ അളവ് കുറയുന്നു. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. കീലിംഗ് കർവ് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ചാൾസ് ഡേവിഡ് കീലിംഗ്. കീലിംഗ് കർവ് ആവിഷ്കരിച്ചത് ചാൾസ് ഡേവിഡ് കീലിംഗ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ, 78.08%. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ, 78.08%. അന്തരീക്ഷത്തിലെ രണ്ടാമത്തെ പ്രധാന വാതകമാണ് ഓക്സിജൻ, O2. നൈട്രജൻ N2, ഓക്സിജൻ O2. ഓക്സിജന്റെ അളവ് 20.95%. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന അലസവാതകങ്ങളിൽ, നോബിൾ ഗ്യാസസിൽ ഏറ്റവും കൂടുതലുള്ളത് ആർഗൺ ആണ്. 0.93% ആർഗൺ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നത്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ശരാശരി അളവ് 0.037%. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ശരാശരി അളവ് 0.037%. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 10 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന പ്രധാന വാതകമാണ് ഓസോൺ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 10 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന പ്രധാന വാതകമാണ് ഓസോൺ, O3. സൂര്യനിൽ നിന്നുള്ള വികിരണത്തെ ആഗിരണം ചെയ്യുകയും ഭൂമിക്ക് ഒരു പുതപ്പ് പോലെ താപം നിലനിർത്തുകയും ചെയ്യുന്ന ഘടകമാണ് ജലബാഷ്പം, വാട്ടർ വേപ്പർ. സൂര്യനിൽ നിന്നുള്ള വികിരണത്തെ ആഗിരണം ചെയ്യുകയും ഭൂമിക്ക് ഒരു പുതപ്പ് പോലെ താപം നിലനിർത്തുകയും ചെയ്യുന്ന ഘടകമാണ് ജലബാഷ്പം. ഉയരം കൂടുന്തോറും നീരാവിയുടെ അളവിന് എന്താ സംഭവിക്കുന്നത്? ഉയരം കൂടുന്തോറും നീരാവിയുടെ അളവ് കുറയുന്നു. ഉയരം കൂടുന്തോറും നീരാവിയുടെ അളവ് കുറയുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന്
ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും, അപ്പൊ നമ്മൾ ഒരു ഗ്ലോബൊക്കെ ചിന്തിച്ച് വെച്ചിട്ട് മനസ്സിലാക്കാം. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും നീരാവിയുടെ അളവില് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? നീരാവിയുടെ അളവ് കുറയുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും നീരാവിയുടെ അളവ് കുറയുന്നു. നീരാവി അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? സൂര്യതാപം അഥവാ ബാഷ്പീകരണത്തിലൂടെ നീരാവി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. സസ്യസ്വേദനം ട്രാൻസ്പിരേഷൻ, അതുപോലെ തന്നെ ശ്വസനം. നീരാവി അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന മാർഗങ്ങളാണ് സൂര്യതാപം, സസ്യസ്വേദനം, ശ്വസനം. അന്തരീക്ഷത്തിലെ ജലാംശത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? താപനിലയും ജലലഭ്യതയും. അന്തരീക്ഷത്തിലെ ജലാംശത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താപനിലയും ജലലഭ്യതയും. ഇപ്പൊ നമുക്കറിയാം, എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ല ജലാംശം ഉണ്ടാവുക. നമ്മൾ കടലിന്റെ മുകളിലോ അതുപോലെ ജലാശയങ്ങളുടെ മുകളിലോ ആയിട്ട് വരുമ്പം അവിടെ എന്തുണ്ടാവും? ജലാംശം കൂടുതലായിരിക്കും. അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി കൂടുതലായിട്ട് അവിടെ കാണപ്പെടുന്നുണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ജലലഭ്യതയും ഉണ്ട്, പിന്നെ താപനിലയൊക്കെ താപം കിട്ടുന്ന സമയത്ത് ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകുന്നതുകൊണ്ട് അവിടെ ജലാംശത്തിന്റെ അളവ് കൂടുതലായിരിക്കും. ഇപ്പൊ ജലാശയങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് വരണ്ട ഒരു സ്ഥലത്ത്, ഒരു മരുഭൂമിയുടെ മുകളിലൊക്കെ ആണെങ്കിൽ അവിടെ ജലാംശം കുറവായിരിക്കും. ഓക്കെ, അപ്പം അന്തരീക്ഷത്തിലെ ജലാംശത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താപനിലയും ജലലഭ്യതയും. അന്തരീക്ഷത്തിലെ ജലാംശത്തെ എന്ത് വിളിക്കുന്നു? ആർദ്രത. അന്തരീക്ഷത്തിലെ ജലാംശത്തെ വിളിക്കുന്ന പേരാണ് ആർദ്രത, ഹ്യൂമിഡിറ്റി. അപ്പൊ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആർദ്രത മാപ്പിനി, ഹൈഗ്രോമീറ്റർ. ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആർദ്രത മാപ്പിനി, ഹൈഗ്രോമീറ്റർ. വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവ് അറിയപ്പെടുന്നതാണ് കേവല ആർദ്രത, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേവല ആർദ്രത, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. കേവല ആർദ്രതയുടെ യൂണിറ്റ് എന്താണ്? ഗ്രാം പെർ ക്യൂബിക് മീറ്റർ. കേവല ആർദ്രതയുടെ യൂണിറ്റ് ഗ്രാം പെർ ക്യൂബിക് മീറ്റർ. ഒരു നിശ്ചിത താപനിലയിൽ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി നീരാവിയുടെ അളവ് അറിയപ്പെടുന്നത് പൂരിതാവസ്ഥ എന്നാണ്. പൂരിതാവസ്ഥ. അപ്പോൾ നീരാവിയുടെ അളവ് പൂരിതാങ്കവും ഈ ഒരു അവസ്ഥയെ പൂരിതാവസ്ഥ എന്നും പറയുന്നുണ്ട്. ഒരു നിശ്ചിത താപനിലയിൽ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി നീരാവിയുടെ അളവ് പൂരിതാങ്കം. ഈ ഒരു അവസ്ഥയാണ് പൂരിതാവസ്ഥ. വായു പൂരിതാവസ്ഥയിൽ എത്തുന്ന താപനില അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മഞ്ഞുബിന്ദു, ഡ്യൂ പോയിന്റ്. വായു പൂരിതാവസ്ഥയിൽ എത്തുന്ന താപനില അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മഞ്ഞുബിന്ദു, ഡ്യൂ പോയിന്റ്. ഒരു നിശ്ചിത താപനിലയുള്ള വായുവിലെ യഥാർത്ഥ നീരാവിയുടെ അളവും അതേ താപനിലയിൽ ആ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി നീരാവിയുടെ അളവും തമ്മിലുള്ള അനുപാതം അറിയപ്പെടുന്ന പേരാണ് ആപേക്ഷിക ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. മനസ്സിലായോ? ഒരു നിശ്ചിത താപനിലയിലുള്ള വായുവിലെ യഥാർത്ഥ നീരാവിയുടെ അളവും അതേ താപനിലയിൽ ആ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി നീരാവിയുടെ അളവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, ഇപ്പം നമ്മളൊരു എക്സാം എഴുതി, അതിനകത്ത് നമുക്ക് 100 മാർക്ക് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ 90 വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ രീതി ചിന്തിക്കാം. ഇങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കാണുന്നത്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? അന്തരീക്ഷത്തിലെ താഴ്ന്ന പാളികളിലാണ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന എവിടെയാണ്? അന്തരീക്ഷത്തിന്റെ താഴ്ന്ന പാളികളിലാണ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഉന്നത തലങ്ങളിൽ. ഉയരം കൂടുന്തോറും ഇങ്ങനെയുള്ള പൊടിപടലങ്ങൾ, നീരാവി ഇതൊക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. നീരാവിക്ക് ഘനീഭവിക്കാൻ കണ്ടൻസേഷൻ, ഉപരിതലം ഒരുക്കി കൊടുക്കുന്ന അന്തരീക്ഷ ഘടകമാണ് പൊടിപടലങ്ങൾ.
അതുകൊണ്ട് തന്നെ ഇവയെ ഘനീഭവന കേന്ദ്രങ്ങൾ അഥവാ കണ്ടൻസേഷൻ ന്യൂക്ലിയ എന്ന് വിളിക്കുന്നുണ്ട്. നീരാവിക്ക് ഘനീഭവിക്കാൻ ഉപരിതലം ഒരുക്കി കൊടുക്കുക എന്നൊരു കാര്യം കൂടെ ആര് ചെയ്യുന്നുണ്ട്? പൊടിപടലങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വന്ന പേരാണ് ഘനീഭവന കേന്ദ്രങ്ങൾ. ദ്രാവകാവസ്ഥയിലുള്ള ജലം നീരാവിയായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം, ഇവോപ്പറേഷൻ. ദ്രാവകാവസ്ഥയിലുള്ള ജലം നീരാവിയായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. നമ്മുടെ ജലാശയങ്ങളിലൊക്കെ വെള്ളം ചൂട് തട്ടി മുകളിലേക്ക് നീരാവിയായി പോകുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. സിമ്പിളായിട്ട് നമ്മൾ അങ്ങനെ ഓർത്ത് വെക്കുക. ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ. നമ്മൾ കർപ്പൂരം കത്തിക്കുന്ന സമയത്ത് അത് വെള്ളമായി അതിനുശേഷം വാതകമായി നീരാവിയായിട്ടൊന്നും പോവുകയല്ല ചെയ്യുന്നത്, അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്നത് ഏത് തരത്തിലുള്ള പ്രക്രിയയാണ്? ഉത്പതനമാണ്, സബ്ലിമേഷൻ. വായുവിലെ നീരാവി ജലകണങ്ങളോ ഹിമകണങ്ങളോ ആയി മാറുന്ന പ്രക്രിയയാണ് ഘനീഭവനം, കണ്ടൻസേഷൻ. വായുവിലെ നീരാവി ജലകണങ്ങളോ ഹിമകണങ്ങളോ ആയി മാറുന്ന പ്രക്രിയയാണ് ഘനീഭവനം അഥവാ കണ്ടൻസേഷൻ. ഘനീഭവനം നടക്കുമ്പോൾ പുറത്തു വിടുന്ന താപം അറിയപ്പെടുന്നത് ലീനതാപം എന്ന പേരിലാണ്. ഘനീഭവനം നടക്കുമ്പോൾ പുറത്തു വിടുന്ന താപം അറിയപ്പെടുന്നത് ലീനതാപം എന്ന പേരിലാണ്. തണുത്ത പ്രതലങ്ങളിൽ നീരാവി ജലകണങ്ങളായി പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് മഞ്ഞ്. തണുത്ത പ്രതലങ്ങളിൽ നീരാവി ജലകണങ്ങളായി പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് മഞ്ഞ്. താപനില ഫ്രീസിംഗ് പോയിന്റ് അഥവാ ഫ്രീസിംഗ് പോയിന്റ് ഏതാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. താപനില 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയാകുമ്പോൾ ജലകണങ്ങൾക്ക് പകരം ഹിമകണങ്ങൾ രൂപപ്പെടുന്ന പ്രതിഭാസമാണ് തുഷാരം അഥവാ ഫ്രോസ്റ്റ്. അപ്പൊ ഇതിങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാറുണ്ട്, മനസ്സിലാക്കി വെക്കുക. താപനില ഫ്രീസിംഗ് പോയിന്റിൽ അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയാകുമ്പോൾ ജലകണങ്ങൾക്ക് പകരം ഹിമകണങ്ങൾ രൂപപ്പെടുന്ന പ്രതിഭാസമാണ് തുഷാരം. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന പാളികളിൽ പൊടിപടലങ്ങളിൽ ജലകണങ്ങൾ പറ്റിപ്പിടിച്ച് കാഴ്ചാപരിധി 1 കിലോമീറ്ററിൽ താഴെയാകുന്ന അവസ്ഥയാണ് മൂടൽമഞ്ഞ്, ഫോഗ്. നമ്മൾ വയനാടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു മൂടൽമഞ്ഞ് ഉണ്ടാവും. അപ്പം അതെങ്ങനെയാണ്? നമുക്കൊരു കാഴ്ചാപരിധി ഉണ്ടാവില്ല. എത്ര കിലോമീറ്റർ? 1 കിലോമീറ്റർ അപ്പത്തേക്കും നമ്മൾ പിന്നെ ഒന്നും കാണുന്നില്ല. അപ്പൊ അന്തരീക്ഷത്തിന് താഴ്ന്ന പാളികളിൽ പൊടിപടലങ്ങളിൽ ജലകണങ്ങൾ പറ്റിപ്പിടിച്ച് കാഴ്ചാപരിധി 1 കിലോമീറ്റർ താഴെയാകുന്ന അവസ്ഥയാണ് മൂടൽമഞ്ഞ്, ഫോഗ്. മൂടൽമഞ്ഞിനേക്കാൾ സാന്ദ്രത കുറഞ്ഞതും കാഴ്ചാപരിധി 1 കിലോമീറ്ററിൽ കൂടുതൽ ലഭിക്കുന്നതുമായ പ്രതിഭാസമാണ് മഞ്ഞുപുക, മിസ്റ്റ്. മൂടൽമഞ്ഞിനേക്കാൾ സാന്ദ്രത കുറഞ്ഞതും കാഴ്ചാപരിധി 1 കിലോമീറ്ററിൽ കൂടുതൽ ലഭിക്കുന്നതുമായ പ്രതിഭാസമാണ് മഞ്ഞുപുക, മിസ്റ്റ്. പുകയും മൂടൽമഞ്ഞും കലർന്ന അന്തരീക്ഷാവസ്ഥ അറിയപ്പെടുന്നത് സ്മോഗ് എന്ന പേരിലാണ്. പുകയും മൂടൽമഞ്ഞും കലർന്ന അന്തരീക്ഷാവസ്ഥയാണ് സ്മോഗ്. പുകയും മൂടൽമഞ്ഞും കലർന്ന അന്തരീക്ഷാവസ്ഥ സ്മോഗ്. നമ്മൾ മേഘങ്ങളെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അന്തരീക്ഷത്തിലെ ജലകണികകളുടെയും ഹിമകണങ്ങളുടെയും വൻ ശേഖരം അറിയപ്പെടുന്നതാണ് മേഘങ്ങളെന്ന്. അന്തരീക്ഷത്തിലെ ജലകണികകളുടെയും ഹിമകണങ്ങളുടെയും വൻ ശേഖരമാണ് മേഘങ്ങൾ. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നെഫോളജി. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നെഫോളജി. ഭൂമിയുടെ ആകെ മേഘാവരണം എത്ര ശതമാനമാണ്? 50%. ഭൂമിയുടെ ആകെ മേഘാവരണം 50%. ഭൂമിയിലെ 50% മേഘങ്ങൾ കൊണ്ട് മൂടിയിട്ടുള്ളതാണ്. മേഘങ്ങളിലെ ജലകണികകളുടെ ശരാശരി വലിപ്പം എത്രയാണ്? ഏകദേശം 0.001 സെന്റിമീറ്റർ. അത്രയും കുറഞ്ഞൊരു വലിപ്പം മാത്രമേ ഉള്ളൂ. മേഘങ്ങളിലെ ജലകണികകളുടെ ശരാശരി വലിപ്പം എത്രയാണ്? ഏകദേശം 0.001 സെന്റിമീറ്റർ. ഏറ്റവും ഉയർന്ന തലങ്ങളിൽ, ഉയരം കൂടിയ ഇടങ്ങളിൽ കാണപ്പെടുന്ന തൂവൽക്കെട്ടുകൾ പോലുള്ള മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. ഏറ്റവും ഉയർന്ന തലങ്ങളിൽ
ഉയരം കൂടിയ സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്ന തൂവൽ പോലെയുള്ള മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ക്യുമുലസ് മേഘങ്ങളാണ്. അപ്പം വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും അല്ലെ. വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ക്യുമുലസ് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ താഴ്ന്ന പാളികളായി ലെയേഴ്സ് ആയിട്ട് കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. സ്ട്രാറ്റസ് നമ്മൾ സ്റ്റെയേഴ്സിനോ സ്റ്റെപ്സിനോ ഒക്കെ ആലോചിക്കുക. അപ്പം നമ്മൾ താഴ്ന്ന സ്ഥലത്തുനിന്ന് കയറി വരാൻ വേണ്ടിയിട്ടാണല്ലേ ഉപയോഗിക്കാം സ്റ്റെപ്സ് ഒക്കെ. അപ്പം താഴ്ന്ന പാളികളായി കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. മഴമേഘങ്ങൾ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഇരുണ്ട നിറത്തിലുള്ള മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. മഴമേഘങ്ങൾ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഇരുണ്ട നിറത്തിലുള്ള മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇടിയോടുകൂടിയ മഴയ്ക്കും മിന്നലിനും കാരണമാകുന്നത് ഏതാണ്? നമ്മൾ ഓൾറെഡി നിംബസ് പഠിച്ചിട്ട് നമുക്ക് തോന്നും നിംബസ് ആണോ? അല്ല, ക്യുമുലോ നിംബസ് ആണ്. ഇടിയോടുകൂടിയ മഴയ്ക്കും മിന്നലിനും കാരണമാകുന്നത് ക്യുമുലോ നിംബസ് മേഘങ്ങളാണ്. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ്. ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ്. പക്ഷേ ഇടിയോടുകൂടിയ മഴയ്ക്കും മിന്നലിനും കാരണമാകുന്ന മേഘങ്ങള് ക്യുമുലോ നിംബസ് മേഘങ്ങളാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളില് മിന്നലോട് കൂടിയ മഴയ്ക്ക് കാരണമാകുന്നത് ക്യുമുലോ നിംബസ് മേഘങ്ങളാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളില് മിന്നലോട് കൂടിയ മഴയ്ക്ക് കാരണമാകുന്നത് ക്യുമുലോ നിംബസ് മേഘങ്ങളാണ്. ഉയരം കൂടുന്തോറും മേഘങ്ങളിലെ ജലകണികകളുടെ എണ്ണം കുറയുന്നുണ്ട്. ഉയരം കൂടുന്തോറും മേഘങ്ങളിലെ ജലകണികകളുടെ എണ്ണം കുറയുന്നു. നമ്മൾ പഠിച്ചു ഉയരം കൂടുന്തോറും ഓക്സിജന്റെ അളവ് കുറയുന്നു, നീരാവിയുടെ അളവ് കുറയുന്നു. അതുപോലെ തന്നെ മേഘങ്ങളിലെ ജലകണികകളുടെ എണ്ണം കുറയുന്നു. ആട്ടിൻകൂട്ടങ്ങൾ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ആൾട്ടോ ക്യുമുലസ് ആണ്. ആട്ടിൻകൂട്ടങ്ങളെ പോലത്തെ മേഘങ്ങൾ ഏതാണ്? ആൾട്ടോ ക്യുമുലസ് ആണ്. ആകാശത്ത് ചാരനിറത്തിലോ നീല നിറത്തിലോ ഒരു ഷീറ്റ് പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ സ്ട്രാറ്റസ്. നമ്മൾ ഓൾറെഡി സ്ട്രാറ്റസ് മേഘങ്ങളെ പഠിച്ചിട്ടുള്ള എങ്ങനെയാണ്? ഷീറ്റ് പോലെ ലെയർ ആയിട്ട് എന്നുള്ള. അപ്പൊ അതുപോലെ ചിന്തിച്ചാൽ മതി. ആകാശത്ത് ചാരനിറത്തിലോ നീല നിറത്തിലോ ഒരു ഷീറ്റ് പോലെ കാണപ്പെടുന്നത് ആൾട്ടോ സ്ട്രാറ്റസ് ആണ്. ആൾട്ടോ ക്യുമുലസ് ആട്ടിൻകൂട്ടങ്ങളാണ്. സൂര്യപ്രകാശത്തെയും ചന്ദ്രപ്രകാശത്തെയും തടഞ്ഞു നിർത്താൻ ശേഷിയുള്ള മേഘങ്ങളാണ് ആൾട്ടോ സ്ട്രാറ്റസ്. ഒരു ഷീറ്റ് പോലെയാണല്ലോ, അപ്പൊ അതൊക്കെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്ന് ചിന്തിക്കുക. സൂര്യപ്രകാശത്തെയും ചന്ദ്രപ്രകാശത്തെയും തടഞ്ഞു നിർത്താൻ ശേഷിയുള്ള മേഘങ്ങളാണ് ആൾട്ടോ സ്ട്രാറ്റസ്. താഴ്ന്ന വിതാനങ്ങളിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റോ ക്യുമുലസ്. താഴ്ന്ന വിതാനങ്ങളിൽ, ഇപ്പൊ താഴ്ന്ന വിതാനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റെപ്പ് എന്നുള്ളത്. ഇപ്പൊ സ്ട്രാറ്റോ, പഞ്ഞിക്കെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ക്യൂട്ടാണ്. അപ്പൊ ക്യുമുലസ്. താഴ്ന്ന വിതാനങ്ങളിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റോ ക്യുമുലസ്. താഴ്ന്ന വിതാനങ്ങളിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റോ ക്യുമുലസ്. ആഗോളതാപനത്തെ ചെറുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റോ ക്യുമുലസ്. ആഗോളതാപനത്തെ ചെറുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റോ ക്യുമുലസ്. കൂൺ മേഘങ്ങൾ, മഷ്റൂം ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നത് ക്യുമുലോ നിംബസ് ആണ്. കൂൺ മേഘങ്ങൾ, മഷ്റൂം ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നത് ക്യുമുലോ നിംബസ് ആണ്. ലംബമായ വളർച്ചയുള്ള വെർട്ടിക്കൽ ഡെവലപ്മെന്റ്, എത്ര വേണമെങ്കിലും നീളും, മുകളിലേക്ക് എത്ര വേണമെങ്കിലും നീണ്ടിങ്ങനെ പോവാൻ അങ്ങനെ അതിനുള്ള കഴിവുള്ളതാണ് ക്യുമുലസും ക്യുമുലോ നിംബസും. ലംബമായ വളർച്ചയുള്ള വെർട്ടിക്കൽ ഡെവലപ്മെന്റിന് സാധ്യമാവുന്ന മേഘങ്ങളാണ് ക്യുമുലസും ക്യുമുലോ നിംബസും. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് വർഷണം, precipitation. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് വർഷണം. വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുപെയ്ത്ത്, സ്നോഫോൾ, അതുപോലെ ആലിപ്പഴ വീഴ്ച, ഹെയിൽ സ്റ്റോൺസ്.
അപ്പോൾ വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുപെയ്ത്ത്, ആലിപ്പഴ വീഴ്ച. അന്തരീക്ഷത്തിലെ താപനില 0°C താഴെയാകുമ്പോൾ ഉണ്ടാകുന്ന വർഷണ രൂപം ഏതാണ്? മഞ്ഞുപെയ്ത്ത്, സ്നോഫാൾ. അന്തരീക്ഷത്തിലെ താപനില 0°C താഴെയാകുമ്പോഴാണ് മഞ്ഞുപെയ്ത്ത് ഉണ്ടാകുന്നത്. ജലകണികകൾ മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തണുത്ത് ഐസ് കഷ്ണങ്ങളായി താഴേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ആലിപ്പഴ വീഴ്ച, ഹെയിൽ സ്റ്റോൺസ്. ജലകണികകൾ മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തണുത്ത് ഐസ് കഷണങ്ങളായി താഴേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ആലിപ്പഴ വീഴ്ച. മഴയും മഞ്ഞും കലർന്ന വർഷണം അറിയപ്പെടുന്നത് സ്ലീറ്റ് എന്നാണ്. മഴയും മഞ്ഞും കലർന്ന വർഷണം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? സ്ലീറ്റ്. മഴയെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഓംബ്രോളജി. മഴയെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഓംബ്രോളജി. മഴ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റെയിൻ ഗേജ്. മഴ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റെയിൻ ഗേജ്. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയർന്ന് തണുത്ത് പെയ്യുന്ന മഴയാണ് സംവഹന മഴ, കൺവെക്ഷണൽ റെയിൻ. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയർന്ന് തണുത്ത് പെയ്യുന്ന മഴയാണ് സംവഹന മഴ. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം പെയ്യാറുള്ള സംവഹന മഴ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 4 മണി മഴ, 4 o'clock റെയിൻ. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം പെയ്യാറുള്ള സംവഹന മഴ അറിയപ്പെടുന്ന പേര് 4 മണി മഴ, 4 o'clock റെയിൻ. വായുപ്രവാഹം പർവ്വതങ്ങളിൽ തട്ടിത്തടയപ്പെട്ട് ഉയർന്ന് തണുത്ത് പെയ്യുന്ന മഴയാണ് പർവ്വത വൃഷ്ടി. നമ്മൾ അവിടെ പർവ്വതം എന്നൊരു ടേം വന്നു, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക എന്താണ് അവിടെ പേര് വരുന്നത്? പർവ്വത വൃഷ്ടി, ഓറോഗ്രാഫിക് റെയിൻ. വായുപ്രവാഹം പർവ്വതങ്ങളിൽ തട്ടിത്തടയപ്പെട്ട് ഉയർന്ന് തണുത്ത് പെയ്യുന്ന മഴയാണ് പർവ്വത വൃഷ്ടി. പർവ്വതങ്ങളുടെ കാറ്റ് വീശുന്ന ദിശയിലുള്ള ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ബാധാനുകൂല ഭാഗം, വിൻഡ്വാർഡ് സൈഡ്. പർവ്വതങ്ങളുടെ കാറ്റ് വീശുന്ന ദിശയിലുള്ള ഭാഗമാണ് ബാധാനുകൂല ഭാഗം. പർവ്വതങ്ങളുടെ കാറ്റ് വീശുന്നതിന് എതിർവശത്തുള്ള മഴ കുറഞ്ഞ ഭാഗം, എതിർവശത്ത് മഴ ഉണ്ടാവില്ല, മഴ കുറഞ്ഞ ഭാഗമാണ്, അത് എങ്ങനെ അറിയപ്പെടുന്നു? മഴ നിഴൽ പ്രദേശം, റെയിൻ ഷാഡോ റീജിയൻ. നമ്മൾ PYQ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ നിഴൽ പ്രദേശം. ഉഷ്ണവായുവും ശീതവായുവും കൂട്ടിമുട്ടുന്ന ഭാഗത്ത് രൂപപ്പെടുന്ന മഴ ഏതാണ്? ബാധമുഖ മഴ, ഫ്രോണ്ടൽ റെയിൻ അല്ലെങ്കിൽ സൈക്ലോണിക് റെയിൻ. ഉഷ്ണവായുവും ശീതവായുവും കൂട്ടിമുട്ടുന്ന ഭാഗത്ത് രൂപപ്പെടുന്ന മഴയാണ് ബാധമുഖ മഴ. ഓക്കെ, മുഖാമുഖം, വാദം അല്ലെ, വായു മുഖാമുഖം കണ്ട് അവിടെ പെയ്യുന്ന മഴയാണ് ബാധമുഖ മഴ. അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡുകളും ജലബാഷ്പവുമായി ചേർന്നുണ്ടാകുന്ന പ്രതിഭാസമാണ് ആസിഡ് മഴ, ആസിഡ് റെയിൻ. അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡുകളും ജലബാഷ്പവുമായി ചേർന്നുണ്ടാകുന്ന പ്രതിഭാസമാണ് ആസിഡ് മഴ. ആസിഡ് മഴയ്ക്ക് കാരണമാകുന്ന പ്രധാന വാതകങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡുമാണ്. സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്. ഓക്കെ, സാധാരണ മഴവെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? ഏകദേശം 5.6. സാധാരണ മഴവെള്ളത്തിന്റെ pH 5.6. സ്മാരകങ്ങളുടെ നിറം മങ്ങുന്നതിനും കെട്ടിടങ്ങൾ നശിക്കുന്നതിനും കാരണമാകുന്ന പ്രതിഭാസമാണ് ആസിഡ് റെയിൻ. ആസിഡ് മഴ സ്മാരകങ്ങളുടെ നിറം മങ്ങുന്നതിനും കെട്ടിടങ്ങൾ നശിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രധാന അന്തരീക്ഷ വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രധാന അന്തരീക്ഷ വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. അന്തരീക്ഷ മലിനീകരണം മൂലം വായുവിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന സൂചികയാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്, AQI. അന്തരീക്ഷ മലിനീകരണം മൂലം
വായുവിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന സൂചികയാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI. നമുക്ക് അന്തരീക്ഷ പാളികളെ കുറിച്ച് പഠിക്കാം. ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. താപനിലയുടെ വ്യത്യാസം അനുസരിച്ച് അന്തരീക്ഷത്തെ പ്രധാനമായും എത്ര പാളികളായി തിരിച്ചിരിക്കുന്നു? 5 പാളികളിലായി. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. താപനിലയുടെ വ്യത്യാസം അനുസരിച്ചാണ് അന്തരീക്ഷ പാളികളെ എന്ത് ചെയ്തിട്ടുള്ളത്, തരംതിരിച്ചിരിക്കുന്നത്. 5 പാളികളാണുള്ളത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഒന്നാമതായിട്ട് ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് നോക്കാം. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. കാലാവസ്ഥാ വ്യതിയാനങ്ങളായിട്ടുള്ള മഴ, മഞ്ഞ്, ഇടിമിന്നൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് ഏത് പാളിയിലാണ്? അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളായിട്ടുള്ള മഴ, മഞ്ഞ്, ഇടിമിന്നലൊക്കെ സംഭവിക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം എത്രയാണ്? ഏകദേശം 13 കിലോമീറ്റർ ആണ്. ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം ഏകദേശം 13 കിലോമീറ്റർ ആണ്. ഭൂമധ്യരേഖയിൽ 18 കിലോമീറ്റർ വരെ വരുന്നുണ്ട്. മാക്സിമം 18 കിലോമീറ്റർ വരെ വരുന്നുണ്ട് ഭൂമധ്യരേഖയിൽ. ധ്രുവങ്ങളിൽ 8 കിലോമീറ്റർ വരെയും വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം 13 കിലോമീറ്റർ ആണ്. ഭൂമധ്യരേഖയിൽ 18 കിലോമീറ്റർ വരെ വരാം. ധ്രുവങ്ങളിൽ 8 കിലോമീറ്റർ വരെ വരാം. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കുറയുന്ന നിരക്ക് അറിയപ്പെടുന്നതാണ് സാമാന്യ താപനഷ്ട നിരക്ക്. ഇത് ഈ അടുത്തായിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കുറയുന്ന നിരക്ക് അറിയപ്പെടുന്നത് സാമാന്യ താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ്. എങ്ങനെയാണ്? അപ്പം ഏത് രീതിയിലാണ് ഇത് കുറയുന്നത്? ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി വീതമാണ് കുറയുന്നത്. അപ്പം അവിടെ നമുക്ക് ഓപ്ഷനിൽ ചിലപ്പം കിലോമീറ്ററും തരാം, അങ്ങനെ തെറ്റിച്ചൊക്കെ തരാം. അപ്പം നമ്മൾ കൃത്യമായിട്ട് നോക്കി ശ്രദ്ധിച്ച് ഉത്തരം എഴുതണം. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി വീതമാണ് കുറയുന്നത്. അല്ലെങ്കിൽ 1 കിലോമീറ്ററിന് 6.4 ഡിഗ്രി വെച്ചിട്ട് കുറയുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് ട്രോപ്പോപാസ്. ഓരോ അതിർത്തി രേഖകളായിട്ടുണ്ട്. ഓരോ അതിർത്തിക്ക് നമ്മൾ പേരിടുന്നുണ്ട്. അപ്പം ഇവിടെ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ട് മുകളിലായിട്ടുള്ള പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായി 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. വിമാനങ്ങൾ സഞ്ചരിക്കാൻ ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ വിമാനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള എന്ത് തരത്തിലുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്? മേഘങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും അവിടെ ഇല്ല. അതുകൊണ്ടാണ് വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ എന്തുള്ളത്, സൗകര്യമുള്ളത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. അവിടെ മേഘങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഇല്ലാത്തതിനാൽ. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിൽ. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിൽ. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനിലയ്ക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? താപനില വർദ്ധിക്കുന്നു. ഓസോൺ പാളി ചൂട് ആഗിരണം ചെയ്യുന്നതിനാലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിലെ ഉയരം കൂടുന്തോറും താപനിലയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? താപനില വർദ്ധിക്കുന്നു. നമുക്ക് ഓസോൺ പാളിയെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ്. ഓസോൺ പാളി പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എത്ര ഉയരത്തിലാണ്? സമുദ്രനിരപ്പിൽ നിന്ന് 20 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിൽ. ഓസോൺ പാളി പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എത്ര ഉയരത്തിലാണ്?
സമുദ്രനിരപ്പിൽ നിന്ന് 20 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിൽ. ഓസോണിന്റെ തന്മാത്രാ ഘടന എന്താണ്? O3, 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നത്. ഓസോണിന്റെ തന്മാത്രാ ഘടന O3. ഓസോൺ പാളിയുടെ കനം അളക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്, DU. ഓസോൺ പാളിയുടെ കനം അളക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ പാളിയുടെ കനം അളക്കുന്ന ഉപകരണമാണ് ഡോപ്സൺ സ്പെക്ട്രോമീറ്റർ. ഓസോൺ പാളിയുടെ കനം അളക്കുന്ന ഉപകരണം ഡോപ്സൺ സ്പെക്ട്രോമീറ്റർ. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് ആദ്യമായി കണക്കാക്കിയത് GMB ഡോപ്സൺ ആണ്. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് ആദ്യമായി കണക്കാക്കിയത് GMB ഡോപ്സൺ. ഓസോൺ പാളിയിൽ വിള്ളൽ ആദ്യമായി കണ്ടെത്തിയത് എവിടെയാണ്? അന്റാർട്ടിക്കയ്ക്ക് മുകളിൽ 1985. ഓസോൺ പാളിയിലെ വിള്ളൽ ആദ്യമായി കണ്ടെത്തിയത് അന്റാർട്ടിക്കയ്ക്ക് മുകളിൽ 1985. വിള്ളൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ജോസഫ് ഹാർമാൻ, ബ്രയാൻ ഗാർഡിനർ, ജൊനാഥൻ ഷാങ്ക്ലിൻ. ഇപ്പൊ ജോസഫ് ഹാർമാൻ, ബ്രയാൻ ഗാർഡിനർ, ജൊനാഥൻ ഷാങ്ക്ലിൻ തുടങ്ങിയ ശാസ്ത്രജ്ഞരാണ് അന്റാർട്ടിക്കയിൽ ഓസോൺ പാളിയിലെ വിള്ളൽ കണ്ടെത്തിയത്. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. ഒക്ടോബർ 16 എന്താണ്? ഒക്ടോബർ 16 എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന പ്രധാന വാതകങ്ങൾ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന പ്രധാന വാതകമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി 1987 ഒപ്പിട്ട അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി 1987 ഒപ്പിട്ട അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഏത് വാതകത്തിലെ ആറ്റങ്ങളാണ് ഒരു ഓസോൺ തന്മാത്രയെ വിഘടിപ്പിക്കുന്നത്? ക്ലോറിൻ ആറ്റങ്ങൾ. അപ്പം ക്ലോറിൻ ആറ്റങ്ങളിലെ ക്ലോറിൻ ആറ്റങ്ങളാണ് ഓസോൺ തന്മാത്രയെ എന്ത് ചെയ്യുന്നത്? വിഘടിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ അതിനെ നശിപ്പിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്നത്. ഓസോൺ പാളി സംരക്ഷിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പിട്ട വർഷം 1987 സെപ്റ്റംബർ 16. ഓസോൺ പാളി സംരക്ഷിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പിട്ട വർഷം 1987 സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 അങ്ങനെയാണ് ഓസോൺ ദിനമായി മാറിയിട്ടുള്ളത്. ഓസോൺ പാളിയിലെ വിള്ളൽ കണ്ടെത്താൻ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് നിംബസ് 7. ഓസോൺ പാളിയിലെ വിള്ളൽ കണ്ടെത്താൻ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് നിംബസ് 7. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി. അൾട്രാ വയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് മൂലം വിളവ് കുറയുന്ന പ്രധാന കൃഷിയാണ് നെല്ല്. അൾട്രാ വയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് മൂലം വിളവ് കുറയുന്ന പ്രധാന കൃഷിയാണ് നെല്ല്. തേർഡ് ലെയർ ആണ് മിസോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പാളിയാണ് മിസോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പാളിയാണ് മിസോസ്ഫിയർ. ബഹിരാകാശത്ത് നിന്ന് വരുന്ന ഉൽക്കകൾ കത്തിയെരിയുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ബഹിരാകാശത്ത് നിന്ന് വരുന്ന ഉൽക്കകൾ കത്തിയെരിയുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. നമുക്കൊരു ജസ്റ്റ് റിവിഷൻ പോലെ എടുക്കാം. ഏറ്റവും താഴെ ഏത് പാളിയായിരുന്നു? ട്രോപ്പോസ്ഫിയർ ആണ്. ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ട്രോപ്പോസ്ഫിയർ ആണ്. വിമാനത്തിന് സഞ്ചാരയോഗ്യമായത് ഓസോൺ പാളി കാണപ്പെടുന്നതായിട്ടുള്ള പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. പിന്നെ ഏറ്റവും തണുത്തതും ഉൽക്കകൾ കത്തിയെരിയുന്നതുമായ പാളിയാണ് മിസോസ്ഫിയർ. ഭൂമിയിൽ നിന്നും 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ഭൂമിയിൽ നിന്നും 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ.
അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളി കൂടിയാണ് മിസോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളിയാണ് മിസോസ്ഫിയർ. താപനില -100°C വരെ താഴുന്നു. മിസോസ്ഫിയറിന് മുകളിലുള്ള സംരക്ഷണ പാള അറിയപ്പെടുന്നത് മീസോപാസ് എന്ന പേരിലാണ്. മിസോസ്ഫിയറിന് മുകളിലുള്ള സംരക്ഷണ പാള അറിയപ്പെടുന്നത് മീസോപാസ് എന്ന പേരിലാണ്. നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി മിസോസ്ഫിയർ. നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി മിസോസ്ഫിയർ. ഫോർത്ത് ലെയർ ആണ് തെർമോസ്ഫിയർ. മിസോപാസിന് മുകളിലായി 80 മുതൽ 640 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് തെർമോസ്ഫിയർ. മീസോപാസിന് മുകളിലായി 80 മുതൽ 640 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് തെർമോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില അതിവേഗം വർദ്ധിക്കുന്ന അന്തരീക്ഷ പാളി തെർമോസ്ഫിയർ ആണ്. ഉയരം കൂടുന്തോറും താപനില അതിവേഗം വർദ്ധിക്കുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ താപനിലയുള്ള പാളി തെർമോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ താപനിലയുള്ള പാളി തെർമോസ്ഫിയർ ആണ്. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? തെർമോസ്ഫിയർ ആണ്. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിന്റെ താഴ്ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ എന്ന പേരിലാണ്. തെർമോസ്ഫിയറിന്റെ താഴ്ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ എന്ന പേരിലാണ്. അന്തരീക്ഷത്തിലെ വൈദ്യുത ചാർജുള്ള കണികകൾ അയോണുകൾ കാണപ്പെടുന്ന പാളിയാണ് അയണോസ്ഫിയർ. അന്തരീക്ഷത്തിലെ വൈദ്യുത ചാർജുള്ള കണികകൾ അയോണുകൾ കാണപ്പെടുന്ന പാളിയാണ് അയണോസ്ഫിയർ. റേഡിയോ തരംഗങ്ങളെ ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. ഇത് ദീർഘദൂര റേഡിയോ വാർത്താവിനിമയം സാധ്യമാക്കുന്നുണ്ട്. ധ്രുവ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ കാണപ്പെടുന്ന അറോറ എന്ന പ്രതിഭാസത്തിന് വേദിയാകുന്ന പാളിയാണ് അയണോസ്ഫിയർ. ധ്രുവ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ കാണപ്പെടുന്ന അറോറ എന്ന പ്രതിഭാസത്തിന് വേദിയാകുന്ന പാളി അയണോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിന്റെ മേൽപ്പാളിയെക്കുറിച്ച് ലോകത്ത് എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥം ദി അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? SK മിത്ര. അന്തരീക്ഷത്തിന്റെ മേൽപ്പാളിയെക്കുറിച്ച് ലോകത്ത് എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥം ദി അപ്പർ അറ്റ്മോസ്ഫിയർ രചിച്ചത് SK മിത്ര. അയണോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ IIT മുംബൈ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഉപഗ്രഹമാണ് പ്രഥം. അയണോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ IIT മുംബൈ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഉപഗ്രഹമാണ് പ്രഥം. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സംക്രമണ മേഖലകൾ. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ മേഖലകൾ എന്നാണ്. ഉദാഹരണത്തിന് ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ് എന്നൊക്കെ ഉള്ളത്. ഉത്തരാർദ്ധഗോളത്തിലെ ധ്രുവദീപ്തി അറിയപ്പെടുന്നതാണ് അറോറ ബോറിയാലിസ്. ഉത്തരാർദ്ധഗോളത്തിലെ ധ്രുവദീപ്തിയാണ് അറോറ ബോറിയാലിസ്. ദക്ഷിണാർദ്ധഗോളത്തിലെ അറോറ ഓസ്ട്രേലിസ് ആണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ അറോറ ഓസ്ട്രാലിസ് ആണ്. അപ്പം മാറിപ്പോവരുത്, ഓർത്ത് വെക്കുക. ഉത്തരാർദ്ധഗോളത്തിലെ അറോറ ബോറിയാലിസ്, ദക്ഷിണാർദ്ധഗോളത്തിലെ അറോറ ഓസ്ട്രാലിസ്. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നോർവേ. വെളുത്ത രാത്രികൾ വൈറ്റ് നൈറ്റ്സ് എന്ന പ്രതിഭാസത്തിന് പ്രസിദ്ധമായ നഗരമാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ്, റഷ്യ. വെളുത്ത രാത്രികൾ എന്ന പ്രതിഭാസത്തിന് പ്രസിദ്ധമായ നഗരമാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ്, റഷ്യ. ഭൂമിയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ഉയരത്തിൽ അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിട്ടുള്ള രേഖയാണ് കാർമൻ രേഖ. ഭൂമിയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ഉയരത്തിൽ അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിട്ടുള്ള രേഖയാണ് കാർമൻ രേഖ. ഇനി ഏറ്റവും അവസാനത്തെ പാളിയാണ് എക്സോസ്ഫിയർ, അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി.
തെർമോസ്ഫിയറിന് മുകളിൽ ഏകദേശം 400 കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിന് മുകളിൽ ഏകദേശം 400 കിലോമീറ്റർ മുകളിലായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയറിലെ പ്രധാന വാതകങ്ങളാണ് ഹൈഡ്രജനും ഹീലിയവും. എക്സോസ്ഫിയറിലെ പ്രധാന വാതകങ്ങളാണ് ഹൈഡ്രജനും ഹീലിയവും. വായുവിന്റെ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പാളി എക്സോസ്ഫിയർ ആണ്. വായുവിന്റെ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പാളി എക്സോസ്ഫിയർ. ബഹിരാകാശവുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന അന്തരീക്ഷ പാളി എക്സോസ്ഫിയർ. ബഹിരാകാശവുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന അന്തരീക്ഷ പാളി എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂടുന്നത് വഴി ഭൂമിയുടെ ശരാശരി താപനില വർദ്ധിക്കുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂടുന്നത് വഴി ഭൂമിയുടെ ശരാശരി താപനില വർദ്ധിക്കുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം. പ്രധാന ഹരിതഗൃഹവാതകങ്ങൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതെല്ലാമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്. പ്രധാന ഹരിതഗൃഹവാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ജലബാഷ്പം. കടൽ നിരപ്പ് ഉയരുന്നതിനും ഹിമാനികൾ ഉരുകുന്നതിനും കാരണമാകുന്ന പ്രധാന പ്രതിഭാസമാണ് ആഗോള താപനം. കടൽ നിരപ്പ് ഉയരുന്നതിനും ഹിമാനികൾ ഉരുകുന്നതിനും കാരണമാകുന്ന പ്രധാന പ്രതിഭാസം ഏതാണ്? ആഗോള താപനം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്തൊരു ഹോട്ട് ടോപ്പിക്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.